Hello, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഷൂട്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ആൻജിയോസ്പോം മോർഫോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ഷൂട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഷൂട്ടാണ് എന്ത് ഫ്ലവർ എന്ന് പറയുന്നത്. ഇതിനൊരു വെരി ഷോർട്ട് ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടായിരിക്കും, നോഡ്സ് ഉണ്ടായിരിക്കും, ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഇന്റർ നോഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്യൂ വേൾഡ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ലീവ്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഫ്ലോറൽ ലീവ്സ് എന്നാണ് പറയാറ്. ഫ്ലവർ എന്ന് പറയുന്നത് അറേസ് ചെയ്യുന്നത് ഫ്ലവർ ബഡ്സ് എന്നാണ്. അതായത് ആക്സിലറി അല്ലെങ്കിൽ ടെർമിനൽ പൊസിഷനിലായിരിക്കും ഈ ഫ്ലവർ ബഡ്സ് ഉണ്ടാവാറ്. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? വേരിയേഷൻസ് ഓഫ് സൈസ് ഉണ്ടായിരിക്കും, സൈസിന് വേരിയേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഷേപ്പ്, കളറ്, അതിനൊക്കെ എന്താണ് ഫ്ലവേഴ്സ്, ഓരോ ഫ്ലവറും എന്താണ് വ്യത്യസ്തമായിരിക്കും, അതിൻ്റെ സൈസിൽ വ്യത്യസ്തത ഉണ്ടാവും, കളറ്, ഷേപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ ഫ്ലവറിലും. ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഷൂട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോഡിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തതാണ് എന്ത്? ഷൂട്ട് മോഡിഫൈ ചെയ്തതാണ് എന്ത്? ഫ്ലവർ എന്ന് പറയുന്നത്. ഈ ഫ്ലവറിന് ആക്സിസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ തലാമസ് എന്ന് പറയുന്നത്. അതിലെന്താണ് അത് കണ്ടൻസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിലുള്ള നോട്ട്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഫ്ലോറൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഈ നോട്ട്സിലാണ്. ഫ്ലോറൽ അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഒക്കെ ഫ്ലോറൽ അപ്പൻഡേജസിൽ പെടും. അതിൻ്റെ ഫിലോടാക്സി എന്ന് പറയുന്നത് ചില ഫ്ലവേഴ്സിൽ സ്പൈറൽ ഫിലോടാക്സിയാണ്, അതായത് നിംഫിയേൽ, അതുപോലെ തന്നെ മഗ്നോളിയ, അതായത് ആമ്പലിൽ, ചെമ്പകത്തിലൊക്കെ എന്താണ് സ്പൈറലായിട്ടായിരിക്കും എന്ത് ഓരോ ഫ്ലോറൽ വേൾഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്പൈറലായിട്ടായിരിക്കും. ചിലതിൽ സൈക്ലിക് ആയിട്ടായിരിക്കും, മെജോറിറ്റിയിൽ എന്താണ് മെജോറിറ്റി ഓഫ് ഫ്ലവേഴ്സിൽ സൈക്ലിക് ആയിട്ടാണ് എന്ത് ഈ ഫ്ലോറൽ അപ്പൻഡേജസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്റർനോഡ്സ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവാം. ഇനി ഫ്ലവർ എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ഷൂട്ടാണ് എന്നത് തെളിയിക്കുന്ന കുറച്ച് ഫാക്ട്സ് ആണ് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് എന്ത്? ഹോമോലോഗി ഓഫ് ദ ഫ്ലവർ ബഡ്, പിന്നെ ഷൂട്ട് നേച്ചർ ഓഫ് തലാമസ്, പിന്നെ വരുന്നത് എന്താണ്? ലീഫി നേച്ചർ ഓഫ് ഫ്ലോറൽ ഓർഗൻസ്. ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത് ആദ്യം. എന്താണ്? ഹോമോലോഗി ഓഫ് ഫ്ലവർ ബഡ്, ഷൂട്ട് നേച്ചർ ഓഫ് തലാമസ്, പിന്നെന്താണ്? ലീഫി നേച്ചർ ഓഫ് ഫ്ലോറൽ ഓർഗൻസ്. ഈ 3 പോയിന്റ്സിൻ്റെ അടിയിലാണ് നിങ്ങൾക്ക് ബാക്കി ഇലാബറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഹോമോലോഗി ഓഫ് ഫ്ലവർ ബഡ് എന്ന് പറയുന്നത് ഇതിൽ 2 പോയിന്റ്സ് ആണ് വരുന്നത്. അതായത് ഫ്ലവർ ബഡ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ബഡ് ഡെവലപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഫ്ലവർ ബഡ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ ടെർമിനൽ അല്ലെങ്കിൽ ആക്സിലറി പൊസിഷനിലായിരിക്കും. വെജിറ്റേറ്റീവ് ബഡ് പോലെ തന്നെ ടെർമിനൽ അല്ലെങ്കിൽ ആക്സിലറി പൊസിഷനിലായിരിക്കും എന്തുണ്ടാവാം? ഈ ഒരു ഫ്ലവർ ബഡ് ഉണ്ടാവാം. നമ്മൾ ചില സമയത്ത് ചില പ്ലാന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബഡ് വരുന്നത് കാണുമ്പോൾ നമ്മൾ ചില സമയത്ത് തെറ്റിദ്ധരിക്കാറുണ്ട്, അത് ഫ്ലവർ ബഡ് ആണോ, അല്ലെങ്കിൽ ഫ്ലവർ ബഡ് വരുമ്പോൾ വെജിറ്റേറ്റീവ് ബഡ് ആണോ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറില്ലേ? അതേപോലെ തന്നെ എന്താണ് ഫ്ലവർ എന്ന് പറയുന്നത് അപ്പം ആക്ച്വലി എന്തായിരിക്കും? ഒരു മോഡിഫൈഡ് ഷൂട്ടാണെന്ന് ആ ഒരു പോയിന്റിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ചില കേസിൽ, അതായത് അഗേവ് പോലുള്ള പ്ലാന്റുകളിൽ ഫ്ലോറൽ ബഡ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ബഡായിട്ട് ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്. വെജിറ്റേറ്റീവ് ബഡ് അല്ലെങ്കിൽ ബൾബിലായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ട്രാൻസ്ഫോം ചെയ്യാറുണ്ട് അഗേവിലൊക്കെ. അതാണ് ഹോമോലോഗി ഓഫ് ദ ഫ്ലവർ ബഡ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൻ്റെ കീഴിൽ, ആ ഒരു ഹെഡിങ്ങിൽ വരുന്ന 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷൂട്ട് നേച്ചർ ഓഫ് തലാമസ് ആണ്. തലാമസിൻ്റെ ഷൂട്ട് നേച്ചർ നമ്മൾ പറഞ്ഞു. ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കും? ഷൂട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെം എന്ന് പറഞ്ഞാൽ അതിന് ആക്സിസ് ഉണ്ടായിരിക്കും, അതിനെന്താണ്? നോഡുകൾ ഉണ്ടായിരിക്കും. നോഡ് എന്നാണ് ലീവ്സ് അറേസ് ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ ഇടയിൽ എന്താ? 2 നോഡ്സിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും? ഇന്റർ നോഡ് ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ തലാമസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലാമസ് നല്ല കണ്ടൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർ നോഡ്സ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് എന്താണ് അപ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റർ നോഡ്സ് കാണാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ചില എക്സെപ്ഷണൽ കേസിൽ ചില പ്ലാന്റിൽ, അതായത് ഗൈനൻഡ്രോപ്സിസ്, പെൻഡാഫില എന്ന് പറയുന്ന പ്ലാന്റിലൊക്കെ ഈ ഇന്റർനോഡ് ഇലോങ്ങേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക.
അപ്പോൾ ഫ്ലവറിൽ തന്നെ ഇന്റർനോഡ് ഇലോങ്ങേറ്റഡ്, തലാമസിന്റെ ഇന്റർനോഡ് ഇലോങ്ങേറ്റഡ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ഫ്ലവർ എങ്ങനെയായിരിക്കും? കണ്ടൻസ്ഡ് തലാമസിന് പകരം കുറച്ചും കൂടി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള തലാമസ് ആണ് ആ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതൊരു എവിഡൻസ് ആണ് അല്ലേ? അതായത് ഷൂട്ടിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ശരിക്ക് ഫ്ലവർ എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എന്ത് ആക്ച്വലി ഗൈനാൻഡ്രോപ്പിസ് പെൻഡാഫില്ലന്റെ ആ ഒരു ഇന്റർനോഡ് എന്ന് പറയുന്നത്. അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. മെജോറിറ്റി ഓഫ് ഫ്ലവേഴ്സിൽ എന്താണ് കണ്ടൻസ്ഡ് ആണ്. ചില എക്സെപ്ഷണൽ കേസുകൾ വരാറുണ്ട് ഗൈനാൻഡ്രോപ്പിസ് പെൻഡാഫില്ലയിലൊക്കെ. ഓക്കെ, ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർപ്പൽസ് എന്ന് പറയുന്നത് ഈ ഒരു തലാമസിന്റെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ തലാമസ് എന്ന് പറയുന്നത് ഗൈനീഷ്യത്തിന്റെ അപ്പുറത്തായിട്ട് എന്ത് ചെയ്യും? വളരും. എന്നിട്ട് എന്താണ്? ഒരു ലീഫി ഷൂട്ട് ബിയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫ്ലവറിന്റെ മേലെ മറ്റൊരു ഫ്ലവർ ഫോം ചെയ്യും. ഇത് റോസേന്റെ ഒക്കെ കേസിലാണ് ഇങ്ങനത്തെ ഒരു ഫീച്ചർ കാണുന്നത്. അതായത് തലാമസ് ഗൈനീഷ്യത്തിന്റെ മേലേക്ക് വളർന്നിട്ട് ഒന്നുകിൽ അതൊരു ലീഫ് ഷൂട്ടായിട്ട് മാറും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറിന്റെ മേലെ മറ്റൊരു ഫ്ലവർ വരുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോസിന്റെ ബഡിന്റെ മേലെ ചില സമയത്ത് ഒരു ലീഫ് ഇങ്ങനെ വരുന്നത് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ കാണാറുണ്ട്. അപ്പൊ എന്താണ് അത് കാണിക്കുന്നത്? ഒരു ഷൂട്ടാണ് ആക്ച്വലി എന്ത് തലാമസ് എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ്? ഒരു ഷൂട്ടാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇനി പോളിയാൽത്തിയ ലോഞ്ചിഫോളിയന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലാമസ് എന്ന് പറയുന്നത് എന്താണ്? തലാമസിൽ കാർപ്പൽസ് ഒക്കെ എന്താണ്? സ്പൈറലി ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാവുക. പക്ഷെ ഇത് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓർഡിനറി സ്റ്റെമ്മ് പോലെ ഇലോങ്ങേറ്റ് ചെയ്യും. എന്നിട്ട് അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എന്താണ്? അതും ഒരു തെളിവാണ് എന്തിൻ്റെ? അതായത് തലാമസ് എന്ന് പറയുന്നതിന് ഒരു ഷൂട്ട് നേച്ചർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്ത്? അതും. ഓക്കെ, ഇനി അടുത്തൊരു കേസ് വരുന്നത് ഫ്ലോറൽ ഓർഗൻസിൻ്റെ ലീഫി നേച്ചർ ആണ്. അതായത് ഫ്ലോറൽ ഓർഗൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതായത് നമ്മുടെ തലാമസിൽ ഫ്ലോറൽ ഓർഗൻസ് നോഡ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റെമ്മിൽ ലീഫുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫില്ലോടാക്സിയുമായിട്ട് റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സൈക്ലിക് അല്ലെങ്കിൽ സ്പൈറൽ ആയിട്ടാണ് എന്ത്? തലാമസിൽ ഫ്ലോറൽ ഓർഗൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മുടെ സ്റ്റെമ്മിൽ ലീവ്സ് അറേഞ്ച് ചെയ്യുന്ന ഫില്ലോടാക്സിയുമായിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിംഫേസിയ ഫാമിലീൻ്റെ ഫ്ലവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ആമ്പലിൻ്റെയൊക്കെ ഫ്ലവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു ട്രാൻസിഷൻ കാണാനായിട്ട് പറ്റും. അതായത് ഫ്ലോറൽ മെമ്പേഴ്സിൻ്റെ ട്രാൻസിഷൻ കാണാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമ്പലിൻ്റെ ഫ്ലവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെപ്പൽസ് പെറ്റൽ ആവുന്നതും പെറ്റൽ സ്റ്റെയ്മൻ ആവുന്നതും ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നിംഫേസിയൻ്റെ ഫ്ലവർ എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതും എന്താണ്? ആ ഒരു ലീഫി നേച്ചറാണ് കാണിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഷൂട്ട് ബഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിൽ ഓഫ് ലീവ്സിന്റെ ആക്സിലിൽ ഷൂട്ട് ബഡ് എന്ത് ചെയ്യാറുണ്ട്? ഡെവലപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നോർമലി ഫ്ലോറൽ ലീവ്സിന്റെ കേസിൽ ഇങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ചില കേസിൽ ബഡ്സ് എന്ന് പറയുന്നത് ഫ്ലോറൽ ലീവ്സിന്റെ ആക്സിസിലും അതായത് പെറ്റൽസിന്റെ ആക്സിൽസിലും എന്ത് ഡെവലപ്പ് ചെയ്യാറുണ്ട്? ബഡ്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അത് സെക്കൻഡറി ഫ്ലവർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു ഫ്ലവറിന്റെ മേലെ മറ്റൊരു ഫ്ലവർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു കേസാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു മെൻഷൻ ചെയ്തിരുന്നു, റോസേൻ്റെ കേസിൻ്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അതേ പോയിന്റ് തന്നെ ഇവിടെയും വരുന്നുണ്ട്. അതായത് ഷൂട്ട് ബഡ് എന്ന് പറയുന്നത് ലീവ്സിൻ്റെ ആക്സിൽസിലാണ് ഉണ്ടാവുക. പക്ഷേ നമ്മുടെ ഫ്ലോറൽ ലീവ്സിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു ബഡ് ഫോം ചെയ്യാറില്ല, നോർമൽ കേസിൽ ഫോം ചെയ്യാറില്ല. പക്ഷെ ചില കേസിൽ ബഡ് എന്ന് പറയുന്നത് ഫ്ലോറൽ ലീവ്സിൻ്റെ ആക്സിൽസിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയാണ് എന്ത് ഫ്ലവർ ആസ് എ മോഡിഫൈഡ് ഷൂട്ട് എന്ന് പറഞ്ഞ ഒരു പോർഷൻ. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അത് പോയിന്റ് വൈസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. 5 മാർക്കിന് ഇത്രയൊക്കെ പോയിന്റ്സ് എഴുതിയാൽ മതിയാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 30 വരെയാണ് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് എന്ന് തോന്നുന്നുള്ളൂ. അതിന് ശേഷം അടുത്ത് തന്നെ എന്തുണ്ടാവും?
എക്സാം ഉണ്ടാവുന്നുണ്ടാവും. ഒക്ടോബറിൽ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പറ്റുമെന്ന് മാക്സിമം നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.